നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്നു തോന്നണം. ഇപ്പം നിങ്ങൾ സജീവ പ്രവർത്തകനാണല്ലേ, വിസ്ഡം യൂത്തിൻ്റെ ആളാണ്, അപ്പോൾ നിങ്ങൾ എന്നും മീറ്റിംഗ് ആണ്, ഇന്ന് എനിക്ക് സെക്രട്ടേറിയറ്റ് ആണ്, നാളെ എനിക്ക് എക്സിക്യൂട്ടീവാണ്, ഇന്ന് അവിടെ ഒരു പരിപാടി, എനിക്ക് അവിടെ എത്താതെക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? കാരണം ഞാനൊരു സജീവ ആളാണ്, ഇതൊക്കെ ഇപ്പോൾ അള്ളാഹ്ക്കും വേണ്ടി ഞാൻ ചെയ്യുകയാണ്. ഒക്കെ ശരിയാണ് സുഹൃത്തുക്കളെ. ഇന്ന ലിസൗജിക അലൈക ഹഖ്ഖ, നിൻ്റെ ഭാര്യയോട് നിനക്കൊരു കടമുണ്ട്. നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും നിങ്ങളുടെ വൈഫിനും കുട്ടികൾക്കും തോന്നേണ്ടത് എന്താ വെച്ചാൽ, ഞങ്ങൾക്കൊരാവശ്യമുണ്ടെങ്കിൽ ഞങ്ങളപ്പം ഉണ്ടാവുന്നതാണ്. ഞങ്ങൾക്കൊരാവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് തോന്നൽ അനിവാര്യമാണ്. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യണം, അവരുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് പരിഹരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ എല്ലാ സമയത്തും ഒരു ഭർത്താവാണ്, ഒരു വാപ്പയാണ്. അതാണ് നമ്മുടെ പ്രധാന ജോലി. അതിൽ തടസ്സം വരാതെയാണ് നമ്മളെല്ലാ കാര്യവും നിർവഹിക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ എത്ര ആളുണ്ട്? 6 ആളുണ്ട്. നിങ്ങളെ ഭാര്യയ്ക്ക് ഭർത്താവായിട്ട് എത്ര ആളുണ്ട്? ഒറ്റ ആളുണ്ട്. മനസ്സിലായില്ലേ? മറ്റേത് നമ്മൾ കൂട്ടായ ഒരു പ്രവൃത്തിയാണ്. അതിൻ്റെ അർത്ഥം സെക്രട്ടേറിയറ്റിന് പോകാതെ എന്ത് ചെയ്യണം, എപ്പോഴും വൈഫിനായിട്ട് പോകണം എന്നല്ല അർത്ഥം. ഞാൻ പറഞ്ഞത് വൈഫിന് മനസ്സിലാകേണ്ട ഒരു കാര്യമാണ് എന്ത്, എൻ്റെ ജീവിതത്തിനും എൻ്റെ മക്കളുടെ ജീവിതത്തിനും ഒരു പ്രാധാന്യം ഇയാൾക്കുണ്ട് എന്ന് എന്ത് ചെയ്യണം, ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ നമ്മളൊരു സ്ഥലത്ത് മീറ്റിങ്ങിന് പോവുകയാണ്, അപ്പം നമ്മളെന്ത് വേണം, എന്നൊരു മീറ്റിംഗ് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, നാളെ എന്താണ് പോവാം, എനിക്ക് അവിടെ കുറച്ച് സമയം മീറ്റിംഗ് ഉണ്ടാവും, ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒന്ന് വിശ്രമിക്കുക, സൗകര്യം ചെയ്യുക എന്ന് പറഞ്ഞ് കൊണ്ടുപോയാൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെ കൂടെ അങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് പോരാം, അവർ കുറച്ച് നേരം അവിടെ എന്ത് ചെയ്തോളും, വിശ്രമിച്ചോളും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഒരു പ്രോഗ്രാമിൻ്റെ ദിവസം 2 ലക്ഷ്യം നടന്നു. ഒന്ന് കുടുംബത്തേറ്റ് ഒരു ഔട്ടിങ് നടന്നു, നമ്മുടെ പരിപാടി നടന്നു. നേരെ മറിച്ച് നമ്മൾ പറയാണ്, നാളെ എനിക്ക് എന്നെ നോക്കരുത്, നാളെ എനിക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല, നാളെ എനിക്ക് പരിപാടിയാണ്, നാളെ എനിക്ക് മീറ്റിംഗ് ആണ്. എന്താ പ്രസ്താവന? അപ്പോൾ അത് കേൾക്കുന്നതോട് കൂടെ എന്താ വെച്ചാൽ മൂപ്പർക്ക് എവിടെയെങ്കിലും ഒരു മീറ്റിങ്ങിന് കത്തിട്ട് പിന്നെ ഞങ്ങളാരും മൂപ്പരുടെ ജീവിതത്തിലൊരു വിഷയം തന്നെ അല്ലാതെ അങ്ങനെ ചിന്തിക്കുക. കുടുംബത്തിൻ്റെ പ്രാധാന്യം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കാണും. എന്നാൽ അതോടൊപ്പം മറ്റു കാര്യങ്ങൾ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം.